ചില അമ്മമാര് അവരുടെ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഹസ്ബൻഡുമാരോട് കുറച്ച് പൊസസീവ് ആവുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ അവർ ഭയങ്കര അൺകംഫർട്ടബിൾ ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇത് അവർക്കൊരു കൺട്രോളിങ് നേച്ചർ ഉള്ളത് കൊണ്ടല്ല, ഇതിന്റെ പിന്നിൽ പല ഡീപ്പായിട്ടുള്ള റീസൺസും ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഇതിൽ ഒന്നാമത്തെ കാര്യം ഇമോഷണൽ ഡിപ്പെൻഡൻസി ആണ്. ഈ അമ്മ ഇവരുടെ മാരീഡ് ലൈഫിൽ അത്ര ഹാപ്പി അല്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് അവരുടെ ഹസ്ബൻഡിൽ നിന്നും കിട്ടാത്ത വശം ഇവരുടെ പെൺകുട്ടികളിൽ നിന്നും ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇവരുടെ പെൺകുട്ടികളിൽ നിന്നായിരിക്കും ഇവർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഇവരുടെ കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലവും അതേപോലെ തന്നെ ആ ഒരു അറ്റൻഷനും ഒക്കെ അവരുടെ ഹസ്ബൻഡിലേക്ക് ആവുമോ എന്നുള്ള ഒരു പേടിയാണ് ഇതിന്റെ ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ റീസൺ, ഇവരുടെ ഹസ്ബൻഡുമായിട്ട് ഇവർ അത്ര ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് അല്ല ലീഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ ആ ഒരു സമയത്ത് ഇവരുടെ മകളുടെ ജീവിതവും അങ്ങനെ ആവുമോ എന്നുള്ളൊരു പേടി. അവർക്ക് മേ ബി അവരുടെ ഹസ്ബൻഡിൽ നിന്നും ഒരുപാട് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ അത് നമ്മളുടെ പെൺകുട്ടികളുടെ ജീവിതത്തിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി, ഒരു പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടും ഇവരെപ്പോഴും ഈ പെൺകുട്ടികളെ ഈ ഒരു ഹസ്ബൻഡിൽ നിന്നും അകറ്റാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം ലാക്ക് ഓഫ് ബൗണ്ടറീസ് ആണ്. ഈ പെൺകുട്ടികളുടെ കേസിൽ ഈ അമ്മമാര് ഒരു രീതിയിലുള്ള ബൗണ്ടറി വെക്കാതെയാണ് അവരോട് സ്നേഹം കാണിക്കുന്നതും അതേപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ തിരിച്ചും അത്രയും ഒരു ക്ലോസ് റിലേഷൻഷിപ്പാണ് അവർ തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവർ നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാൽ ഇനി നമ്മളെ തിരിഞ്ഞു നോക്കില്ലേ, അല്ലെങ്കിൽ നമ്മളെ ഇനി സ്നേഹിക്കാൻ ആരുമില്ല, അങ്ങനെയുള്ള ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു അസ്വസ്ഥമായിട്ടുള്ള കാര്യം ഇവരെ ഭയങ്കര ബാഡായിട്ട് ബാധിക്കുന്നു. ഇവർ ഇമോഷണലി ഡൗൺ ആയി പോകുന്നു. അപ്പൊ ആ ഒരു ഫ്രസ്ട്രേഷൻ ഇവര് ഈ ഒരു പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരോടാണ് കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്വഭാവം കാണിക്കുന്ന അമ്മമാർക്ക് എപ്പോഴും പൊസസീവ്നെസ് ആയിക്കൊള്ളണം എന്നില്ല. ഇവർക്ക് ബാലൻസ് ഇല്ലാത്ത അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് കൊണ്ടും ഇത്തരത്തിലുള്ള സ്വഭാവം ഇവർ കാണിക്കാം. സോ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.